ഗ്രേസ് ടി വിയിലൂടെ ഈ സന്ദേശം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ പ്രിയപ്പെട്ടവരുമായി അല്പസമയം ദൈവവചനം പങ്കുവെക്കുവാൻ എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ചില ആത്മീയ ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞാനൊരു വേദഭാഗത്തേക്കിന്ന് ഈ സമയം പോകട്ടെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായി സുവിശേഷം 14-ാം അധ്യായം 34-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു: അവർ അക്കരെ എത്തി, ഗനസേരത്ത് ദേശത്തെത്തി. അവിടുത്തെ ജനങ്ങൾ അവൻ ആരെന്നറിഞ്ഞ് ചുറ്റുമുള്ള നാട്ടിലെല്ലാം ആളയച്ച് ദീനക്കാരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ മാത്രം തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെയും സൗഖ്യം വന്നു. അവൻ അക്കരെ എത്തി, ഗനസരത്ത് ദേശത്ത് ചെന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു ഭാഗമാണ്. 33.5 വയസ്സുവരെ ഈ ഭൂമി ജീവിച്ച യേശു തമ്പുരാൻ തൻ്റെ 3.5 വർഷത്തെ തൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശു സഞ്ചരിക്കുന്ന എല്ലാ മേഖലകളിലും യേശുവിൻ്റെ പുറകെ വലിയൊരു കൂട്ടത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയൊരു കൂട്ടത്തെക്കുറിച്ച് ചിന്തകന്മാർ പറയുന്നത് എല്ലാവരും ഒരേ മനസ്സോടെ അല്ല യേശുവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നത്. സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പുറകെ കൂടിയവരുണ്ട്, കാര്യസാധ്യത്തിന് വേണ്ടി പുറകെ കൂടിയവരുണ്ട്, വിശപ്പടക്കുവാൻ പുറകെ കൂടിയവരുണ്ട്. എന്നാൽ കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും ദൈവവചനം കേൾക്കുവാനും ആഗ്രഹിച്ച് പുറകെ വന്നവരുണ്ട്. ഇന്ന് ആത്മീയ സമൂഹം പഠിച്ചാൽ ഇന്ന് പലരും ദൈവത്തെ അന്വേഷിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടിയാകാം, അവരുടേതായ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാകാം. ഇവരെന്താ ചെയ്യുന്നത് കാണാൻ ഒരുപക്ഷെ കൂടെ കാണുന്നവരുണ്ട്, കൂടെ ചേരുന്നവരുണ്ടാകാം. എന്നാൽ വേദപുസ്തക പ്രകാരം പഠിക്കുമ്പോൾ യേശുവിൻ്റെ പിന്നാലെ പോയാൽ ആഹാരത്തിനൊന്നും മുട്ടുവരികയില്ല എന്ന് ചിന്തിച്ച് കൂടിയ ജനങ്ങളും ആ കൂട്ടത്തിലുണ്ടാകാം. എന്നാൽ ഒരു കൂട്ടരെ ഞാൻ ഇങ്ങനെ പറയുന്നു: യഥാർത്ഥമായ വിടുതൽ ആഗ്രഹിച്ചു, സൗഖ്യം ആഗ്രഹിച്ചും രക്ഷ ആഗ്രഹിച്ചും സമാധാനം ആഗ്രഹിച്ചു യേശുവിൻ്റെ പിന്നാലെ കൂടിയ ഒരു പറ്റം ജനങ്ങളുണ്ട്. അവർ അക്കരെ എത്തി എന്ന് പറയുമ്പോൾ അതിനൊരു പിന്നാമ്പുറമുണ്ട്. 14-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും പുരുഷാരത്തിന്റെ വിശപ്പടക്കിയ ഒരു ചരിത്രം. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ഓളം വരുന്ന പുരുഷന്മാരെയും അവരുടെ പൈതങ്ങളെയും മാതാക്കളൊക്കെ വിശപ്പടക്കി. ചില ദിവസങ്ങളായി യേശുവിൻ്റെ പുറകെ കൂടിയിരിക്കുക, വിശപ്പും ദാഹമൊക്കെ മറന്ന് കർത്താവിനോട് കൂടെ നടക്കുകയാണ്. അവർ വീട്ടിൽ നിന്ന് വരുമ്പോൾ പൊതിയൊന്നും കെട്ടിക്കൊണ്ടല്ല അവരാരും വന്നത്. അവർക്കതൊന്നൊരു വിഷയമല്ല, യേശുവിൻ്റെ പിന്നാലെ പോയാൽ മതി. പക്ഷെ യേശു അവരെ കണ്ട് മനസ്സറിഞ്ഞു. ആ ചരിത്രമൊക്കെ വേദപുസ്തകം ധ്യാനിക്കുന്ന ദൈവമക്കൾക്ക് എപ്പോഴും അറിയാവുന്നൊരു ഭാഗമാണ്. എന്നാൽ ഈ കൊട്ടകളൊക്കെ നിറച്ച് ബാക്കി വന്നപ്പോൾ 12 കൊട്ടയുണ്ട്. എന്നെ അവിടെ ആശ്ചര്യപ്പെടുത്തിയ ഒരു വാക്യം അവിടെ ഇങ്ങനെയുണ്ട്: യേശു ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നതിനിടയിൽ എന്ത് ചെയ്തു? അല്ലെങ്കിൽ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ചു. ഞാൻ ആ ഭാഗം വായിക്കുമ്പോൾ ശിഷ്യന്മാരെ ഒന്ന് പഠിച്ചു. പ്രിയമുള്ളവരെ, ഇവരും ക്ഷീണിതരാണ്, ഇവരും ഒത്തിരി കഷ്ടപ്പെട്ട് നിൽക്കുകയാണ്. പന്തി ആളുകൾ ഇരുത്തി ഇത്രയും വലിയ പുരുഷാരത്തിന് ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്തു. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കൊട്ടയിൽ നിറച്ചെടുത്തു. ഇനിയൊന്ന് വിശ്രമിക്കാമെന്നൊക്കെ മാനുഷികമായ രീതിയിൽ അവരൊക്കെ ചിന്തിച്ചു കാണും. എന്നാൽ അങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നവരുടെ അടുത്തോട്ട് യേശു പറയുക, പുരുഷാരം എല്ലാം വീട്ടിൽ പോയില്ല. പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടക് കയറി അക്കരയ്ക്ക് പോകാൻ. അവരെ നിർബന്ധിച്ചു. അങ്ങനെ ഇരിക്കുന്നത് നിർബന്ധിക്കുക എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അനുസരിച്ചില്ല, പിന്നെയും നമ്മൾ പറയും. നമ്മൾ ചിലരൊക്കെ നിർബന്ധിക്കും.
ഒറ്റ വാക്ക് പറയുമ്പോൾ അനുസരിക്കുന്നതിനെ അത് നിർബന്ധമെന്നല്ല പറയുന്നത്, അത് അനുസരിച്ചു. എന്നാൽ ഒന്നിലധികം പ്രാവശ്യം പറയുമ്പോൾ നിർബന്ധിച്ച് പറയിക്കുക, ചെയ്യിക്കുക. നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ മനസ്സില്ലാ മനസ്സോടെയാണ് പടക് കയറിപ്പോയത്. സന്ധ്യാസമയമാണ്, പടക് കയറി. ഒരുപക്ഷെ എൻ്റെ ചിന്തയുടെ പോയ ഗുരു എന്ത് പറ്റി, അവർ പരസ്പരം സംസാരിച്ച് കാണും. ഞങ്ങൾ ക്ഷീണിതരല്ലേ, ഞങ്ങൾക്ക് പ്രയാസങ്ങളില്ലേ, ഞങ്ങൾ ഉറങ്ങിയിട്ട് എത്ര ദിവസങ്ങളായി എന്നൊക്കെ പല കമൻറ്റുകളും അവർ തമ്മിൽ പറഞ്ഞു കാണും. അവരുടെ ഉള്ളിൽ വന്ന ആ നീരസവും ചിലപ്പോൾ അല്പം ദേഷ്യമൊക്കെ വന്നു കാണും. മനുഷ്യ സഹജമാണ്. എങ്കിലും ഗുരുവിൻ്റെ വാക്ക് അവർ തള്ളിക്കളഞ്ഞില്ല. നിർബന്ധപ്രകാരം പടക് കയറിപ്പോയി. ആ രാത്രിയിൽ പടകിൽ സഞ്ചരിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലുള്ള വലിയ പ്രതിസന്ധി, കാറ്റും കടലുമൊക്കെ അവർക്കെതിരായി. തിരമാലകൾ ആർത്തിരച്ചു വന്നു. പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റ് പ്രതികൂലമായി നിൽക്കുകയാണ്. തിരമാലകൾ ശക്തമായി ആർത്തലയ്ക്കുന്നു. കടൽ ഭയങ്കരമായി ക്ഷോഭിക്കുന്നു. ഒരു വല്ലാത്ത ഭയപ്പെടുത്തുന്ന ഒരു രാത്രി. അവർ ചിന്തിച്ചു, ഞങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചു. ഞങ്ങളെ കൊല്ലാനാണോ യേശു പറഞ്ഞു വിട്ടത്, ഗുരു പറഞ്ഞു വിട്ടതെന്നൊക്കെ ഒരു പക്ഷെ ചിന്തിച്ചതാണ്. ഞങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചു. സകല പ്രതീക്ഷകൾ കൈവിട്ടു. കാറ്റടങ്ങുന്നില്ല, കടല് ശാന്തമാകുന്നില്ല. വളരെ പ്രതിസന്ധികൾ, വളരെ പ്രതികൂലമായ സാഹചര്യം. പക്ഷെ 4-ാം യാമത്തിലേക്ക് വരുമ്പോൾ നാം പഠിക്കുന്ന യേശു കടലിന്മേൽ നടന്നവരുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് പടകിൽ കയറിയപ്പോൾ കാറ്റമർന്നു. പടകിലുള്ളവർ, അതുവരെ നീരസപ്പെട്ടവരൊക്കെ യേശുവിനെ കുറിച്ച് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. അതെങ്ങനെയാണ്? നീ ദൈവപുത്രൻ സത്യമെന്നവർ പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാരണം യേശു പടകിൽ കയറിയപ്പോഴേ കാറ്റു നിന്നു, കടലടങ്ങി. സമാധാനത്തോടെ പ്രതീക്ഷയില്ല എന്ന് വിശ്വസിച്ചവർ അക്കരെ എത്തി. രണ്ടാമത് അവർ എരിഹോവിലെത്തി എന്ന് വിശുദ്ധ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഒന്ന് അക്കരെ എത്തി. അവരെത്തത്തില്ലെന്ന് കരുതിയതാ, പക്ഷെ എത്തിച്ചു ദൈവം. ഞാനൊരു കാര്യം പറയാം, ലക്ഷ്യത്തിൽ നമ്മെ എത്തിക്കും. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു എന്ന് സങ്കീർത്തനത്തിനകത്തൊരു വാക്യങ്ങൾ പറഞ്ഞു. ആഗ്രഹിച്ച തുറമുഖത്ത് എത്തുന്നതിന് മുൻപ് ചില പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഒക്കെ അവർ അനുഭവിച്ചു. പക്ഷെ ആഗ്രഹിച്ചടുത്ത് ദൈവം അവരെ എന്ത് ചെയ്തു? എത്തിച്ചു. രണ്ടാമത് അവർ എരിഹോവിലെത്തി. യോശുവയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്കവിടെ എരിഹോവിനെ കുറിച്ചൊക്കെ അറിയാം. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും എന്താണ് അതിന്റെ പശ്ചാത്തലം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവർ എരിഹോവിലെത്തി. പിന്നെ അവർ ശിഷ്യന്മാരുടെ വലിയ പുരുഷാരത്തോടും കൂടി എരിഹോവിൽ നിന്ന് പുറപ്പെടുകയാണ്. എരിഹോവിലെത്തി. എരിഹോവിനെ കുറിച്ചൊക്കെ ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു യാത്രാ പാതയാണ്. എരിഹോവിലൂടെ ഇസ്രായേൽ മക്കൾ കടന്നു പോകുമ്പോൾ പല പ്രതിസന്ധികളും എരിഹോവിൽ അവർ നേരിട്ടു. നമുക്കറിയാം, പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ അവിടെ ആമേൻ ചവിട്ടുവാനിടയായി. അപ്പോൾ തന്നെ എരിഹോ കോട്ട, ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അവർ 7 ദിവസം നടന്നതും 7-ാമത്തെ ദിവസം കാകളം മൂതിയതും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും, വലിയ കോട്ട മതിലിനെ, നാഷണൽ ഹൈവേ പോലെയുള്ള വീതിയുള്ള റോഡുള്ള ആ കോട്ട മതിലിനെ ഇസ്രായേൽ മാറപ്പിട്ടപ്പോൾ, കാകളമൂതിയപ്പോൾ അത് തകർന്നു വീണു. ഒത്തിരി ചരിത്രങ്ങൾ എരിഹോവിനെ കുറിച്ച് വേദോസം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. വിശദീകരിക്കുവാൻ കഴിയുന്നില്ല. എത്തിയപ്പോൾ യേശുവിനെ അവിടെ കാത്തിരുന്നത് ഒരു കുരുടനാണ്. ജന്മനാ കുരുടനാണ്. അവനൊരു അഡ്രസ്സുള്ളവനാണ്. തിമായിയുടെ മകനായി ബർത്തിമായി. അവൻ യേശുവിനെ കാത്തിരുന്നവനാണ് എന്ന് ആ ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയും. കാരണം
എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, പതിവില്ലാത്ത ബഹളം കേട്ടവൻ ചോദിച്ചു, എന്താണ് ഇവിടെ നടക്കുന്നത്? അപ്പോൾ കൂട്ടത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു, നസ്രയനായ യേശു ദേ ഇതുവഴിയായി കടന്നു പോകും. പോട്ടെ, എനിക്കെന്താ എന്നല്ല അവൻ പറഞ്ഞു. പതിവില്ലാതെ അവന്റെ ജീവിതത്തിൽ അവന്റെ മുഖത്തൊരു തിളക്കം നമുക്കവിടെ കാണാൻ കഴിയും. ഒരു വലിയ സന്തോഷം അവന്റെ ജീവിതത്തിലേക്ക് ഓടി വന്നു. അവൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് തപ്പിത്തടഞ്ഞ് എഴുന്നേറ്റ് അവൻ ശക്തമായി വാ തുറന്ന് വിളിച്ചു, യേശുവേ ദാവീദ് പുത്ര. പലരും അവനോട് പറഞ്ഞു, മിണ്ടാതിരിട, നീ ഭിക്ഷക്കാരനല്ലേ, നിന്റെ കാര്യം നോക്കാനൊന്നും ഗുരുവിന് സമയമില്ല, യേശുദമ്പുരാൻ പോട്ടെ. പക്ഷെ പലരും അവനെ ശാസിച്ചിട്ടു, മുന്നടക്കുന്നവർ അവനെ ശാസിച്ചിട്ടു. അവന്റെ നിലവിളി ഉച്ചത്തിലായി. ശപിക്കപ്പെട്ട സ്ഥലമെന്ന ലോകം മുദ്രകുത്തി എരിഹോവിൽ ഇരുന്നവൻ, അവന്റെ ലക്ഷ്യം ഒരിക്കൽ അവനൊരു വിടുതൽ കിട്ടും. ഞാൻ എന്നും ഈ അവസ്ഥയിൽ തുടരത്തില്ല. അവസാനം അവന്റെ നിലവിളി അങ്ങ് ഉച്ചത്തിലായപ്പോൾ, നിലമറന്ന് അവൻ വിളിക്കപ്പോൾ യേശു നിന്നു. അവൻ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഗുരു, എനിക്ക് കാഴ്ച വേണം. ഒറ്റ വാക്കിൽ അവിടെ സൗഖ്യം കിട്ടി. അവൻ കണ്ട ആദ്യത്തെ മുഖം പുരുഷാരത്തിന്റെ മുഖമല്ല, അവന്റെ അപ്പന്റെ അമ്മയുടെ മുഖമല്ല. പിന്നെയോ അവനെ വിടുവിച്ച തൃത്വത്തിൽ രണ്ടാമനായ ലോകരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ മുഖമാണ് അവന്റെ ജീവിതത്തിൽ ആദ്യം അവൻ കാണുന്നത്. ഇത്ര വലിയ ഭാഗ്യം ചെയ്തൊരു വ്യക്തിയാണ്. എരിഹോവിലെത്തി. 3 അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം പഠിക്കുമ്പോൾ 276 തടവുകാരുമായി യാത്രക്കാരുമായി ഒരു കപ്പൽ പോവുകയാണ്. ചരിത്രം നമുക്കറിയാം. പൗലോസ് ശ്ലീഹ അതിനകത്തുണ്ട്. കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, തകർന്നുപോയി. അവിടെ ജനം ഒഴുകി നടക്കുകയാണ്. പല കഷ്ണത്തിൽ പിടിച്ച് അക്കരയെത്തി. 28-ാം അധ്യായം പറഞ്ഞു, രക്ഷപ്പെട്ട ശേഷം ഞങ്ങൾ എത്തിയ ദ്വീപ് മെലീറ്റ എന്ന സ്ഥലമാണ്. ചരിത്രം എല്ലാവർക്കും അറിയാം. എന്നാൽ ദൈവം പൗലോസ് ശ്ലീഹയോട് ഒരു വാഗ്ദത്തം കൊടുത്തു, നീ റോമിലെത്തണം, നിന്നെ റോമിൽ നിർത്തും, നിന്നെ കൈസറുടെ മുമ്പിൽ നിർത്തും. പക്ഷെ സാഹചര്യം നോക്കിയാൽ എങ്ങനെ എത്താനാ? ഞാനതാണ് പറഞ്ഞത്, സാഹചര്യം നോക്കി നമ്മളെ വിലയിരുത്തരുത്. സാഹചര്യം നോക്കിയാൽ നമ്മൾ എത്തുകയല്ല. മാനുഷികമായി ചിന്തിച്ചാൽ, നാം ദൈവത്തിന്റെ പക്ഷത്ത് നിന്ന് ചിന്തിച്ചേ, എന്നിട്ട് ഇങ്ങനെ പറയാം, എൻ്റെ ദൈവത്തിന് കഴിയാത്ത ഒന്നുമില്ല. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ശക്തനായ, മാറ്റം വെച്ച ലാസറിനെ പുറത്തു കൊണ്ടുവന്ന, യൈറോസിന്റെ മകളെ എഴുന്നേൽപ്പിച്ച, നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച് തിരിച്ചു കൊടുത്ത യേശുവിന് നമ്മുടെ വിഷയങ്ങളൊന്നും വലിയ വിഷയങ്ങളല്ല. പ്രശ്നങ്ങളെ കണ്ടു നിലവിളിക്കാതെ, പ്രശ്നങ്ങളെ കണ്ട് കൈമലർത്താതെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. ദൈവത്തോട് പറ, കർത്താവേ, നീ എന്നെ സഹായിപ്പാൻ, നീ എന്നെ വിടുവിപ്പാൻ, നീ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിയുന്നൊരു ദൈവമാണ്. എനിക്കൊരു ലക്ഷ്യമുണ്ട്, എന്നെ ആ ലക്ഷ്യത്തിൽ എത്തിക്കണേ. എൻ്റെ തലമുറയെ ആ ലക്ഷ്യത്തിൽ എത്തിക്കണേ. എൻ്റെ കുടുംബത്തിനകത്തൊരു ലക്ഷ്യമില്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾ കടന്നു പോകുക, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷെ തമ്പുരാൻ പറയുന്നു, നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും, നിന്നെ ആഗ്രഹിച്ച തുറമുഖത്ത് ഞാൻ എത്തിക്കും, നിനക്കൊരു വിശാലത തരും, എൻ്റെ കുടുംബത്തെ ഞാൻ മാനിക്കും, എൻ്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. നമ്മെ നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മുടെ തകർച്ച കാണാൻ ആഗ്രഹിച്ച ഒത്തിരി ആളുകളുണ്ട് പ്രിയരെ. എന്നാൽ അവരുടെ നടുവിൽ ദൈവം നമ്മളെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയട്ടെ, അവർ റോമിലെത്തിയതും പെട്ടെന്നല്ല. പല പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ കടന്നു. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പിറകിലും, ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും വലിയ ഉയർച്ചയുടെ പിറകിലും അവൻ അനുഭവിക്കേണ്ടി വന്ന ഒത്തിരി തിക്ത അനുഭവങ്ങളുണ്ട്. എനിക്ക് പലരെയും ആത്മീയകുളത്തിൽ എടുത്തു പറയാൻ കഴിയും. നാം ഇന്ന് അവരെ കാണുമ്പോൾ അവർ വലിയ സൗകര്യത്തിൽ ജീവിക്കുന്നു, അവർ നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നു, നല്ല വീട്ടിൽ പാർക്കുന്നു, അവരുടെ തലമുറകളൊക്കെ വലിയ വലിയ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു. നമ്മൾ അതേ കാണുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാത്തൊരു പിന്നാമ്പുറം പലരുടെ ജീവിതത്തിലുണ്ട്. അവർ പട്ടിണി കിടന്ന കാലഘട്ടം നമ്മളാരും കണ്ടില്ല. ഒരു സൈക്കിൾ പോലും ഇല്ലാതിരുന്ന അവരുടെ ജീവിതത്തിലെ കാലഘട്ടം നമ്മളാരും കണ്ടില്ല. ഓടുമേയാൻ കാശില്ലാതെ വീടിനകത്തേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങിയത് നമ്മളാരും കണ്ടില്ല.
എന്നാൽ അവർ പ്രാർത്ഥിച്ചു, അവർ ഉപവസിച്ചു, അവർ കരഞ്ഞു. ദൈവം അവരുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയപ്പോൾ നാം കാണുന്നതെല്ലാം അവരുടെ ജീവിതത്തിലെ ഉയർച്ചകളാണ്. ഏതൊരു മനുഷ്യൻ്റെ ജീവിതം പഠിച്ചാൽ ഒരു വിജയത്തിൻ്റെ പുറകിൽ അവൻ അതിനുവേണ്ടി സഹിക്കേണ്ടി വന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയരെ. അത് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവരെ വിധിക്കാനല്ല നമ്മളെ ദൈവം കണ്ടിരിക്കുന്നത്. അവൻ്റെ ചരിത്രം ഒന്ന് പഠിക്കണം. ഇവൻ എങ്ങനെയായിരുന്നു, അവൻ്റെ പ്രതിസന്ധികൾ എങ്ങനെയായിരുന്നു, അവൻ എന്തൊക്കെ അനുഭവിച്ചു. അവൻ ഇന്ന് നന്മ അനുഭവിക്കുന്നെങ്കിൽ ദൈവത്തെ സ്തുതിക്കാൻ നമുക്ക് കഴിയണം. അവരെ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ച ദൈവത്തിന് നമ്മയും ലക്ഷ്യത്തിലെത്തിക്കാൻ കഴിയും. ഈ കപ്പൽ ഒത്തിരി പ്രതിസന്ധിയിലൂടെ പോയ, കാറ്റ് പ്രതികൂലമായി. കാറ്റ് എല്ലായിടത്തും ഒരു നെഗറ്റീവ് റോളാ കാറ്റിന് കൊടുത്തിരിക്കുന്നത്. 27 അപ്പോസ്തലപ്രവൃത്തി 27:4 വായിക്കുമ്പോൾ പ്രതികൂലമായ കാറ്റാണ്. 27:1 വായിക്കുമ്പോൾ ഒന്നിനും സമ്മതിക്കാത്തൊരു കാറ്റാണ്. നന്നാകാൻ, അനുഗ്രഹിക്കപ്പെടാൻ, ഉയർച്ച പ്രാപിപ്പാൻ നമ്മൾ പറയുന്നത് ഒന്നിനും സമ്മതിക്കത്തില്ല. ഇവിടെയും ഒന്നും സമ്മതിക്കാത്തൊരു കാറ്റ്. എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു കാറ്റടിച്ചു. അവർ ചിന്തിച്ചു, ഞങ്ങൾക്ക് രക്ഷപ്പെടാം. മന്ദമായി ഊതിയ ഒരു തെക്കൻ കാറ്റ്. 27:13 ശാന്തമായി ഊതിയ ഒരാശ്വാസം നൽകുന്ന കാറ്റാണ്. പക്ഷെ അത് പെട്ടെന്ന് മാറി. അടുത്തത് ഇതുവരെ ഉണ്ടായ കാറ്റിനേക്കാൾ വലിയൊരു കാറ്റ് അവിടെ ഉണ്ടായി. ഈശാന മൂലം നിന്ന് കൊടുങ്കാറ്റ് വെച്ചു. അതോടെ സകലതും തരിപ്പണമായി. പക്ഷേ വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ. ആമേൻ. പൗലോസ്ലീഹായെ റോമിലെത്തിച്ചു. 28-ാം അധ്യായം പഠിക്കുമ്പോൾ ആ ചരിത്രമെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ എവിടെ നിൽക്കണമെന്നുള്ള ചിന്തിക്കുന്നത് നമ്മളല്ല, നമ്മുടെ അപ്പനോ അമ്മയോ അല്ല, നമ്മുടെ പാസ്റ്റർമാരല്ല, നമ്മുടെ സഹോദരങ്ങളല്ല. നീ എവിടെ നിൽക്കണമെന്നും നിന്നെ എവിടെ നിർത്തണമെന്നും ആരുടെ മുമ്പിൽ കൊണ്ടു ചെല്ലണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നതും തീരുമാനിക്കുന്നതും ഒക്കെ സർവശക്തനായ ദൈവമാണ്. എൻ്റെ വാക്കുകൾക്ക് സംഹാരം കുറിക്കുമ്പോൾ ലക്ഷ്യബോധമില്ലാതെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഭാരപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദൈവം നിന്നെ ലക്ഷ്യത്തിലെത്തിക്കും. ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവിനോട് പറ, കർത്താവേ എനിക്കൊരു ലക്ഷ്യം തരണേ, എനിക്കൊരു സമാപ്തി വെളിപ്പെടുത്തണം. അതേ പ്രിയരേ, അതുകൊണ്ട് ആ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ സമർപ്പിക്കാം. അതിനുവേണ്ടി നമുക്കൊരുങ്ങാം. ഈ സന്ദേശം നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.